ശ്രീ രാഹുൽ ഈശ്വർ, പലതവണ ഈ വിഷയം ഞാനും രാഹുലും ഇരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ രാഹുൽ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. പത്മകുമാർ യുവതീ പ്രവേശനത്തിനെതിരെയായിരുന്നു എന്നുള്ള കാര്യം. ഇതിപ്പോൾ അദ്ദേഹം ആത്മകഥ എഴുതുകയാണ്. അതിലെ ഒരു ഭാഗം ഇപ്പോൾ നമ്മൾ അറിയുന്നത്, ഈ യുവതികളെ അന്ന് കയറ്റിയ ദിവസം അദ്ദേഹത്തെയും എസ് ശ്രീജിത്തിനെയും അവിടെ നിന്ന്, ശബരിമലയിൽ നിന്ന് നിർബന്ധപൂർവ്വം, മനഃപൂർവ്വം ആരോ മാറ്റി അവരെ അടിയന്തരമായി തലസ്ഥാനത്തേക്ക് വിളിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഗൂഢാലോചന നടന്നു എന്ന് സംശയിക്കാമോ ഈ ഘട്ടത്തിൽ? ഞാൻ കുറച്ചുകൂടെ എല്ലാ ബഹുമാനത്തോടെയും ഉത്തരവാദിത്തത്തോടെയും പറയട്ടെ. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ താല്പര്യമുള്ളവരും ചേർന്ന് ശബരിമലയെ അട്ടിമറിക്കാൻ വേണ്ടി ഗൂഢാലോചന എന്ന വാക്ക് സ്ട്രോങ് ആണ്, ആസൂത്രണം നടത്തിയതാണ്. മുഖ്യമന്ത്രി ആയിരുന്ന ഒരു വ്യക്തിയോട് ചേർത്ത് ഗൂഢാലോചന എന്ന വാക്ക് ഞാൻ പറയുന്നില്ല, പക്ഷേ ശ്രീ പിണറായി വിജയന്റെ ആസൂത്രണത്തിൽ നടന്നതാണ്. ശ്രീ പത്മകുമാർ സാർ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ അന്നും അദ്ദേഹം എന്നെയും മുത്തശ്ശിയെയും അമ്മയും കടത്തി വിട്ടതുകൊണ്ടാണ് ഈ പ്രക്ഷോഭം ആദ്യ ദിവസം നടന്നത്. ആദ്യ ദിവസമേ അവിടെ യുവതികൾ കയറിയിരുന്നെങ്കിൽ ഇന്ന് ഈ കേസ് നിലനിൽക്കുക പോലുമില്ല. കാര്യം കോർട്ട് ഓഫ് ഇംപ്ലിമെന്റ് ആയി എന്ന രീതിയിൽ ആ സാധനം നടന്നു പോകുമായിരുന്നു. ശ്രീ പത്മകുമാർ സാർ ആദ്യം മുതലേ, അതായത് എന്റെ വീട്ടിൽ നിന്ന് ആരും ശബരിമലയിലേക്ക് പോകില്ല, അല്ലെങ്കിൽ യുവതികൾ ആരും പോകില്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ്, എനിക്ക് എതിരുള്ള രാഷ്ട്രീയ അഭിപ്രായമാണ്. പക്ഷേ അദ്ദേഹം വരുന്നൊരു കുടുംബത്തിന്റെ ലെഗസി ഹരിവരാസനം എഴുതിയതാണ്. പത്മകുമാർ സാർ ആദ്യം മുതലേ വിശ്വാസികളെ സപ്പോർട്ട് ചെയ്തതാണ്. രണ്ട്, എനിക്കിപ്പം പറയാമോന്നറിയില്ല, IG ശ്രീജിത്ത് സാറും അങ്ങനെ തന്നെയാണ്. IG ശ്രീജിത്ത് സാർ ഒരുപക്ഷെ അദ്ദേഹം വിരമിച്ചതിന് ശേഷം പോലീസ് ഹൗസിൽ ഇപ്പൊ ഇരിക്കുകയാണ്, അതുകൊണ്ട് അദ്ദേഹം വിരമിച്ചതിന് ശേഷം പറയുന്നതായിരിക്കും. അദ്ദേഹവും ശബരിമല വിശ്വാസികളെ അദ്ദേഹത്താൽ കഴിയുന്ന, നിയമത്തിനുള്ളിൽ നിൽക്കുന്ന, സുപ്രീം കോടതി വിധി ലംഘിക്കാത്ത രീതിയിൽ സഹായിക്കാൻ ശ്രമിച്ചവരാണ്. ശ്രീ പഴകുളം മധു പറഞ്ഞതുപോലെ, അദ്ദേഹം അവിടുത്തെ MLA കൂടിയാണല്ലോ, പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം വേണം. കാര്യം തിരഞ്ഞെടുക്കപ്പെട്ട ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനെയും അവിടെ ഇൻചാർജുള്ള ശ്രീജിത്ത് സാറിനെ പോലൊരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെയും മനഃപൂർവ്വം മാറ്റിയെങ്കിൽ അതിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്, ആസൂത്രണമുണ്ട്. യാതൊരു സംശയവും വേണ്ട. CPM-ലെ ഒരു വലിയ വിഭാഗം പോലും ഞങ്ങളോടൊപ്പം നിൽക്കുകയായിരുന്നു, പ്രത്യേകിച്ച് പത്തനംതിട്ട CPM-ലെ ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ മുഖ്യമന്ത്രി എന്ന ഒറ്റ, അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയൻ എന്ന ഒരൊറ്റ ആളുടെ കടുംപിടുത്തം കൊണ്ടാണ് അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ ഈ കാര്യം നടത്തിയെടുക്കണമെന്ന് മറ്റും പറഞ്ഞത്. പോലീസുകാരുടെ പേര് പറയുന്നില്ല, നമുക്ക് എല്ലാം അറിയുന്ന ഒരു പോലീസുകാരനെ ചേർത്ത് കൂട്ടിയാണ് രാത്രിയുടെ മറവിൽ ഞങ്ങളുടെ ആൾക്കാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്ന് പറഞ്ഞാണ് ഈ സ്ത്രീകളെ, ഈ യുവതികളെ അവിടെ കയറ്റിയത്. ഞങ്ങളെ ഒരു 8-9 പേര്, പല ഗ്രൂപ്പുകളുടെ ഉണ്ട്, നമ്മുടെ 8 പേരോളം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ പോലീസുകാരോട് ചോദിച്ചു, സാറേ ആരാ ഇവർ ഈ ഫുൾ കറുത്ത ഡ്രസ്സും മറ്റേ മുടിയൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്ന്. അപ്പൊ പോലീസുകാർ അവരോട് പറഞ്ഞത് ഇത് ട്രാൻസ്ജെൻഡേഴ്സ് ആണ്, ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യത്തിൽ ഈ വിഷയമില്ല എന്നാണ്. അപ്പം പോലീസുകാരെ ഗവൺമെന്റ് സ്വാധീനം ഉപയോഗിച്ച്, മുഖ്യമന്ത്രിയുടെ സ്വാധീനം ഉപയോഗിച്ച് ആസൂത്രണം നടത്തി മനഃപൂർവ്വം വിശ്വാസികളെ പ്രകോപിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഉണ്ടായത്. അത് ഇന്ന് CPM-ന്റെ മുതിർന്ന നേതാവിൽ നിന്നൊരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. ഈ വിഷയത്തിൽ അന്വേഷണം വേണ്ടേ? ആരാണ് ഇത് ചെയ്തത് എന്ന് അന്വേഷണം. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രാഹുൽ അന്ന് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതിനൊക്കെ മുൻപ് അദ്ദേഹം നടത്തിയൊരു പ്രതികരണമുണ്ട്, ദൈവതുല്യനായ ഒരു വ്യക്തി. അപ്പോൾ ദൈവതുല്യൻ ആരാണ് എന്നുള്ളത് കൂടി നമ്മൾ ഒരുപക്ഷെ ഈ ആത്മകഥയിൽ അറിയുമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈശ്വരവിശ്വാസം, പത്മകുമാർ സാറിന് ഈശ്വരവിശ്വാസിയാണ്, പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ ദൈവമില്ലല്ലോ. അവർക്ക് പലപ്പോഴും അവരുടെ പാർട്ടിയുടെ തലപ്പത്തടക്കമിരിക്കുന്ന ആൾക്കാരായിരിക്കണം ഉദ്ദേശിക്കുന്നത്, നമുക്കറിയില്ല. അതിൽ ക്ലാരിറ്റി വരേണ്ടതുണ്ട്. അപ്പൊ അത് ആരാണെന്ന് പറയേണ്ടത് അദ്ദേഹം തന്നെയാണ്, നമുക്കത് അറിയില്ല. പക്ഷേ ഈ വിഷയം കുറെ കൂടെ ഗൗരവമാണ്. കാര്യം സ്വർണ്ണക്കൊള്ള കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യമാണ്, ഫൈനൽ വേർഡിക്റ്റ് ഹൈക്കോടതിയാണ് നൽകേണ്ടത്. പക്ഷേ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം വേണം, പോലീസ് അന്വേഷണം വേണം. പ്രത്യേകിച്ച് ഭക്തനും വിശ്വാസിയും കൂടായ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇരിക്കുന്ന അവസരമാണ്. ഈ വിഷയത്തിൽ ഒരു അന്വേഷണം വേണം. കാര്യം വളരെ മുതിർന്ന നേതാവും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും, അതായത് ഭാരതകേസരി മന്നത്തോസ്നാവിലിരുന്ന കസേരയാണ്. ആ കസേരയിൽ ഇന്നിരുന്ന ശ്രീ പത്മകുമാർ സാറിന്റെ വെളിപ്പെടുത്തൽ വളരെ സീരിയസ് ആയി അന്വേഷിക്കണം. പോലീസ് ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് മാറ്റി പത്മകുമാർ സാറിനെ മാറ്റി എന്ന് പറയുന്നതിന്റെ പിന്നിൽ ഗൗരവപരമായ ഗൂഢാലോചനയുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം അതിന് പിന്നിൽ ശ്രീ പിണറായി വിജയൻ അവർകളാണ്. കാര്യം ഞങ്ങൾ ട്രാക്ക് ചെയ്ത കേസാണ്. പക്ഷേ അതിന്റെ പിന്നിൽ അന്വേഷണം വേണം. ഏതെങ്കിലും രീതി ആരെങ്കിലും ദ്രോഹിക്കണമെന്നല്ല, പക്ഷേ അന്വേഷണം വേണം. ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങൾ അറിയണം. സത്യാവസ്ഥ വേണം. അത് തന്നെയാണ് അവിടെയുള്ള റാന്നി MLA-യും അതോടൊപ്പം തന്നെ രാഹുൽ ഈശ്വറും ആവശ്യപ്പെടുന്നത്.